എല്ലാവർക്കും നമ്മുടെ പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം. ഇത് ഇപ്പോൾ സൺഡേ ആണ്. സൺഡേ ഏകദേശം ഒരു ഉച്ചയായി. അങ്ങനെ എന്താണ് ഈ പെണ്ണുമ്പോൾ ഇങ്ങനെ ഒറ്റയ്ക്ക് നിന്നിട്ട് ഇങ്ങനെ വ്ളോഗ് എടുക്കണമെന്ന് എൻ്റെ കെട്ടി കിടന്നുറങ്ങാണ് കാശ്. അതുകൊണ്ടാണ് പാവല്ലേ, അത് ഉറങ്ങിക്കോട്ടെ. നമ്മൾ ഉറങ്ങുന്ന ആൾക്കാരെ നീപ്പിക്കാൻ പാടില്ലല്ലോ. എത്രമാത്രം ഉറങ്ങാൻ പറ്റുന്നു അത്രമാത്രം ഉറങ്ങട്ടെ, റെസ്റ്റ് കിട്ടട്ടെ എന്നാണ് നമ്മൾ വിചാരിക്കേണ്ടത്. എന്നാലും ഞാൻ കാണിച്ചു തരാം. ജസ്റ്റ് വെയിറ്റ്. ഉറങ്ങിക്കോട്ടെ. ഉറങ്ങുന്ന ആൾക്കാരെ നമ്മൾ ഡിസ്റ്റർബ് ചെയ്യാൻ പാടില്ല ഗായ്സ്. പിന്നെ എന്തെന്നാ ഞാൻ ഇവിടെ നിന്നിട്ട് ഈ വ്ളോഗ് എടുക്കുന്നത് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു ഫുഡ് ഉണ്ടാക്കാൻ പോവുകയാണ്. എന്ത് ഫുഡാന്ന് വിചാരിക്കേണ്ട, ആക്ച്വലി ഫ്രൈഡ് റൈസ് ആണ്. ഫ്രൈഡ് റൈസ് എൻ്റെ ഫേവറേറ്റ് ഡിഷാണ്. ഏട്ടൻ്റെത് മന്തി, ബിരിയാണി അങ്ങനെയുള്ളതൊക്കെയാണ് ഏട്ടന് ഇഷ്ടം. പക്ഷെ ഇന്നലെ ഏട്ടൻ പറഞ്ഞു നമുക്ക് ഇന്ന് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ എന്ത് ചെയ്യണം, നമ്മൾ ഉണ്ടാക്കണ്ടേ? പാവേണ്ടാതെ ഉറങ്ങിക്കോട്ടെ. അപ്പോൾ അത് എന്നിട്ട് മുന്നേ നമുക്ക് മാക്സിമം ഉണ്ടാക്കി തീർക്കാൻ നോക്കാം. ഓക്കെ, അപ്പം നമുക്ക് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാം. നിങ്ങൾ വിചാരിക്കണമല്ലോ ഇതൊക്കെ ഇട്ടിട്ടുള്ള ചിക്കൻ ഫ്രൈഡ് റൈസ് ഹോട്ടലിൽ കിട്ടുന്ന പോലെ ഒന്നും ഉണ്ടാവില്ല. എന്നാലും തട്ടിക്കൂട്ടി ഫ്രൈഡ് റൈസ് ഉള്ള സാധനങ്ങൾ വെച്ച് നമുക്ക് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാം. ഓക്കെ, കുറച്ച് ഷോക്കായിരിക്കും എന്ന് വിചാരിക്കണം. കാരണം അധികം വെജിറ്റബിൾസ് ഒന്നുമില്ല. ആകെ ക്യാരറ്റും ക്യാപ്സിക്കം ബീൻസും മാത്രമുള്ളൂ. പിന്നെ സബോളയും വേറൊന്നും ഇല്ല. സത്യം പറഞ്ഞാൽ നമ്മൾ മേടിക്കാൻ മറന്നു ഈ സാധനം. നമുക്ക് അങ്ങനെയൊക്കെയല്ലേ പറ്റുള്ളൂ. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് വെള്ളത്തിൽ വെച്ചിട്ട് നമുക്കൊരു സിമ്പിൾ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാം. രണ്ടാൾക്കല്ലേ വേണ്ടല്ലോ, അതൊക്കെ മതി. നമ്മൾ സക്സസ്ഫുള്ളി എന്ത് ചെയ്തിട്ടുണ്ട്, വെജിറ്റബിൾസ് ഒക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. വെജിറ്റബിൾസ് കട്ട് ചെയ്യുന്നത് ഷൂട്ട് ചെയ്യാൻ ഞാൻ വേറൊന്നും കൊണ്ടല്ല. ഞാൻ ഫോണും പിടിച്ചിട്ട് പച്ചക്കറി കഴിഞ്ഞാലേ എൻ്റെ വിരലും കൂടി ഒപ്പം കൂടെ അരിഞ്ഞു പോകും. അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ ഷൂട്ട് ചെയ്യാഞ്ഞത്. അപ്പം നമ്മൾ ബീൻസ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. കണ്ട പച്ച ബീൻസ്, പച്ച കളറിന് ബീൻസ്. പിന്നെ ക്യാപ്സിക്കം, ഗ്രീൻ ക്യാപ്സിക്കമാണ് എടുത്തിട്ടുള്ളത്. ക്യാപ്സിക്കം കട്ട് ചെയ്തു. നെക്സ്റ്റ് ക്യാരറ്റ് നമ്മളിങ്ങനെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് സബോള മാത്രം എനിക്കങ്ങനെ ചെറിയതായിട്ട് മുറിക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ ചോപ്പർ എടുക്കും. ഇത് ബട്ടർഫ്ലൈൻ്റെ വെജിറ്റബിൾ ചോപ്പറാണ്. കുറേ കാലം, ഏകദേശം എത്ര വർഷമായി എൻ്റെ കയ്യിലിത്, ഒരു മിനിമം ഒരു 5 കൊല്ലെങ്കിലായിട്ടുണ്ടാവും ഈ സാധനം ഞാൻ ഉപയോഗിക്കണം. പക്ഷെ ഇപ്പോഴും നല്ല അടിപൊളിയാണ് ഈ സാധനം. സോ അതിലിട്ടിട്ട് നമ്മൾ സബോളയും കട്ട് ചെയ്തിട്ടുണ്ട്. ഇനിയും നെക്സ്റ്റ് സ്റ്റെപ്പ്, ഞാൻ ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ നേരത്തെ അങ്ങോട്ട് അരി ഇട്ടാൽ മതിയായിരുന്നു, ഞാൻ മറന്നു. അപ്പം ഇനി നമുക്ക് അരി അടുപ്പത്ത് വെച്ചിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. ഗൈസ്, അത്യാവശ്യം ലെങ്ത്തുള്ള ഇത് ഇന്നെ കണ്ടോ കണ്ടോ, നല്ല റൈസാണ്. നമ്മൾ എന്തായാലും വെന്തിട്ടുണ്ട്. അപ്പോൾ നല്ല വേവരുത്. സബോള അരിയണ എക്സ്പേർട്ട് വന്നിട്ടുണ്ട്. സബോള അരിയണ എക്സ്പേർട്ടാണ്. ഞാനിത് അരിയണമെങ്കിൽ കുറേ നേരം പിടിക്കും. ഇത് നോർമലാണ്, നമ്മൾ സ്പീഡാക്കിയിട്ടൊന്നുമില്ല. സബോള അരിയാൻ എൻ്റെ കുട്ടി എക്സ്പേർട്ടാണ്. കണ്ടോ, ഭയങ്കര സ്പീഡിൽ നല്ല തിന്നായിട്ട് അരിയും. ഞാൻ അരിഞ്ഞ് കഴിഞ്ഞാൽ പോത്തം കഷ്ണമാവും. അതുകൊണ്ടാണ് നമ്മൾ എണ്ണ കൊണ്ടരിക്കുന്നത്. കണ്ടോ ഗൈസ്, കണ്ടോ, സിമ്പിൾ ആൻഡ് ഹമ്പിൾ. കണ്ടോ, വാവ്, അതിൻ്റെ ആ തിന്നത് എത്ര തിന്നാന്നൊക്കെ കണ്ടോ ഗൈസ്. അപ്പം നമ്മൾ ചെമ്മീൻ റോസ്റ്റ് ഉണ്ടാക്കാൻ പോകണം. ഫസ്റ്റ് ഞാൻ പറഞ്ഞല്ലോ ഞാൻ എളുപ്പപ്പണീൻ്റെ ആളാണെന്ന്. സോ നമ്മൾ എന്ത് ചെയ്യുക, വെളുത്തുള്ളി നമ്മൾ ഒരു പാത്രത്തിലേക്ക് നമുക്ക് വേണ്ട വെളുത്തുള്ളി അധികം ഒരു 4-5 വെളുത്തുള്ളി എടുക്കാം. എന്നിട്ട് ഇങ്ങനെ ഇതേപോലെ എന്ത് ചെയ്യാം, നമ്മൾ ഇതാക്കിയിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇടാം മൊത്തം. നമ്മൾ വെളുത്തുള്ളി നമ്മൾ മറ്റേ കദ്ദൂക്കസ് ചെയ്തത് ഇട്ടിട്ടുണ്ട്. ഇനി നമ്മൾ സബോള നമ്മൾ ഇങ്ങനെ ഞെരട്ടിയിട്ട് ഇട്ട് കൊടുക്കണം. അപ്പോൾ അതൊരു എന്താ പറയുക, ഒരു പ്രത്യേക രസമാണ്. സബോള ഇടയ്ക്ക് 1-2 എന്താ പറയുക ഉള്ളിയൊക്കെ വരും, പച്ചമുളകൊക്കെ വരും. മൈൻഡാക്കണ്ട, ഇതിൽ പച്ചമുളക് ഇടണം. അപ്പം ഞാൻ എന്ത് ചെയ്തു, നമുക്കിതിൽ പെരിഞ്ജീരകത്തിൻ്റെ ആവശ്യമുണ്ട്. പെരിഞ്ജീരകം പൊടി എൻ്റെ അടുത്തില്ല. അപ്പം നമ്മളിത് പൊടിക്കാനുള്ള ശ്രമത്തിലാണ്. വല്ലാണ്ട് പൊടിയൊന്നുമില്ല, അപ്പോൾ കുറച്ച് പൊടിയുള്ളൂ ഇതിൽ, മീൻസ് ചെറുതായിട്ടേ പൊടിഞ്ഞുള്ളൂ. അപ്പം നമ്മൾ പച്ചമുളകും കൂടി ഇട്ടെടുത്ത് എന്ത് ചെയ്യും, ഇതിലേക്ക് അങ്ങോട്ടിടും. ഞാൻ അരിഞ്ഞു വെച്ചതാണ്. പക്ഷേ ഇങ്ങനെ ഞാൻ പൊടി വേണമല്ലോ എന്ന് ആലോചിച്ചപ്പോഴാണ് ഇങ്ങനൊരു ബോധോദയം എനിക്കുണ്ടായത്. രണ്ടും കൂടി ഒന്നിച്ച് നമുക്ക് അരക്കാം. കണ്ട നമ്മളിങ്ങനെയൊക്കെയാണ്. അങ്ങനെ തോന്നിയ സാധനങ്ങളൊക്കെ എടുത്തിട്ട് ഒന്നിച്ച് അരച്ച്, എന്തായാലും അത് ഒന്നിച്ച് ചേർത്തിട്ട് മിക്സ് ചെയ്യാമല്ലേ. പിന്നെ ഇങ്ങനെ അരച്ചാൽ എന്താ കുഴപ്പം എന്ന് കരുതിയിട്ട് നമ്മളെന്ത് ചെയ്ത് കണ്ട
അപ്പം നല്ല പേസ്റ്റ് പോലെ ഇല്ലേ, അതെന്ത് ചെയ്യും നമ്മൾ നേരെ ഇതിലോട്ട് ഇടും. അയ്യോ ഒരു സാധനം ഇടാൻ പറഞ്ഞു, കരിയേപ്പിൻ്റെ ഇല. നിങ്ങൾ കരിയേപ്പിൻ്റെ ഇല ഫ്രഷ് കണ്ടിട്ടുണ്ടാവും, എൻ്റെ അടുത്ത് ഫ്രഷ് ഇല്ല, ബട്ട് ദിസ് ഈസ് ക്രിസ്പി കരിയേപ്പിൻ്റെ ഇല. എങ്ങനെയും ചോദിക്കണ്ട, ഞാനിവിടെ അങ്ങനെ ആക്കിയിട്ടാണ് വെക്കല് കരിവേപ്പിൻ്റെ ഇല. അതിന് ഞാൻ കുറച്ചും കൂടെ കരിവേപ്പിൻ്റെ ഇല ഇട്ടിട്ടുണ്ട്. ഇനി അടുത്തത് കുറച്ച് മഞ്ഞപ്പൊടി, ഇത്തിരി ഇട്ടാൽ ഇത്തിരി മുളക് പൊടി, പെപ്പറ് ഞങ്ങളിവിടെ പൊടിച്ചതായതുകൊണ്ട് കുറച്ച് തെരീനായിട്ടാണ് പൊടിക്കൽ. ഉപ്പ്, കുറച്ച് വെളിച്ചെണ്ണ, പിന്നെ ഇത്തിരി വെള്ളം കൂടി ഒഴിക്കാം. പിന്നെ നമുക്കിതിലിപ്പോൾ മസാലപ്പൊടി ഞാൻ ഫുള്ള് ഇട്ടിട്ടില്ല. അതിന് മുന്നേ നമുക്ക് ക്ലീൻ ആക്കിയിട്ട് വെച്ചിട്ടുള്ള എന്തിടാ ചെമ്മീൻ ഇട്ട് കൊടുക്കാം അതിലേക്ക്. ഗൈസ് വേണ്ട ഗൈസ്, ഇപ്പം നമ്മൾ കുറച്ചുകൂടി മുളക് പൊടിയും മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുള്ളൂ, ഒരിത്തിരി ഇട്ടിട്ടുള്ളൂ. ഇപ്പം നല്ല കളർഫുള്ളായില്ലേക്ക് ഉണ്ടാവും. ഞാൻ കൈ കൊണ്ടൊക്കെ തന്നെ ഇട്ടൊക്കെ ഒഴിക്കുക, അവിടെ വീട്ടിൽ തിന്നാനുള്ളതല്ലേ. അതുകൊണ്ട് ഇനി അതും പറഞ്ഞിട്ട് ആരും വരണ്ട കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ കുറച്ച് മല്ലിപ്പൊടി ഇട്ടു, കാരണം മല്ലിപ്പൊടി ഞാൻ കുറച്ചൊന്നും ഇടാൻ മറന്നതാണ്. ഒരു കുറച്ച് കൊയ്പ്പൊക്കെ ഉണ്ടാവട്ടെ. നമ്മളിത് നന്നായിട്ട് ഒന്നും കൂടെ മിക്സ് ചെയ്തിട്ട് ഇതൊന്ന് ഓരോ കൊഞ്ചിങ്ങനെ പെറുക്കിയിട്ട് ഓരോ ഓരോ പ്രോൺസൊക്കെ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ വെളിച്ചെണ്ണയിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കുക. ഇത് അടുപ്പത്ത് കൊഞ്ച് മാത്രം എടുത്തിട്ട് ഫസ്റ്റ് വെക്കുക. ഓക്കെ, അപ്പം നന്നായിട്ട് മിക്സ് ചെയ്യട്ടെ. ഞാനൊന്ന് വെളിച്ചെണ്ണ കുറച്ച് ഒഴിക്കുക. നമ്മളിതൊന്ന് ഓരോ കൊഞ്ച് കണ്ട ഇതണ്ട, അങ്ങനെ ഓരോ കൊഞ്ചായിട്ട് എടുത്തിട്ട് നമ്മളെന്ത് ചെയ്യുക, ഇതിനകത്ത് വെച്ച് കൊടുക്കുക. വറക്കുക എന്നല്ല അൾട്ടിമേറ്റ് ഉദ്ദേശം, പറഞ്ഞുതരാം. നമ്മളപ്പോൾ അതൊന്ന് ഓരോ കൊഞ്ചായിട്ട് എടുത്തിടുക. ഇതൊന്നും തന്നെ വെള്ളം ഊറും കണ്ട. അപ്പോൾ ഒരു വാട്ടറി കൺസിസ്റ്റൻസി വരുന്നുണ്ട്, അതിൽ വെള്ളം ഉള്ളതുപോലെ അത് ഇതും തന്നെ വെള്ളം ഇറങ്ങും. അപ്പോൾ ആ വെള്ളമാണ്. അപ്പോൾ നമ്മൾ ആദ്യം ഇതിടണം എന്താ വെച്ചാൽ, അല്ലെങ്കിൽ ഇത് ആ ഒരു റോസ്റ്റഡ് ഫീൽ കിട്ടൂല. അതുകൊണ്ടാണ് നമ്മൾ ഇതൊന്ന് കൊഞ്ച് മാത്രം പെറുക്കിയിട്ട് ആദ്യം ഇട്ട് കൊടുക്കുന്നത്. നെക്സ്റ്റ് എണ്ണയ്ക്ക് വെക്കുക. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഇതാ കൊഞ്ച് എല്ലാതും ഇതിലിങ്ങനെ പരത്തി ഇട്ട് കൊടുക്കുക. ലോ ഫ്ലെയിമിലാണ് വെച്ചിരിക്കണേ. എന്നിട്ട് അതിൻ്റെ മുകളിൽ ഇപ്പോൾ നമുക്ക് ഇത്രയും മസാല ബാക്കിയുണ്ട്, കൊഞ്ചെടുത്തതിന് ശേഷം അത് എന്ത് ചെയ്യുക, ഇതിൻ്റെ മുകളിൽ ജസ്റ്റ് ഇട്ട് കൊടുക്കുക. മസാല അതിൻ്റെ മുകളിൽ ഇട്ടാൽ മതി. ഇതൊരു മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കുക. അപ്പോൾ കണ്ടോ വെള്ളം വരുന്നുണ്ടായില്ല, കണ്ടോ വെള്ളം നന്നായിട്ട് വരുന്നുണ്ട്. അങ്ങനെ ഒരു 2 മിനിറ്റ് വെച്ചിട്ട് കുറച്ച് നേരം തുറന്ന് വെക്കുക. ഇപ്പോൾ കണ്ടോ നമ്മൾ കുറച്ച് നേരം വെറുതെ തുറന്ന് വെച്ചിട്ട് സിമ്മിലിട്ടപ്പോൾ വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ടോ, അത് കണ്ടോ നന്നായിട്ട് കറി പോലെ ഇതായിട്ടുണ്ട്. പക്ഷെ ഒന്നും അധികം വെള്ളമല്ല. ഇനി എന്ത് ചെയ്യുക, നമ്മൾ കുറച്ചും ചെറുതായിട്ട് തീ കൂട്ടുക. അപ്പോൾ അത് തിളയ്ക്കാൻ തുടങ്ങി. എന്നിട്ട് ഒരു പാത്രം എടുത്തിട്ട് എന്ത് ചെയ്യുക, ഇടയ്ക്ക് തുറന്നു കേട്ടോ, അല്ലെങ്കിൽ അടി പിടിക്കുക. എന്നിട്ടത് അടച്ചു വെക്കാം. നമ്മളിത് തുറക്കാനൊന്ന് ഇത്തിരി ലൈറ്റ് ആയത് അങ്ങനെ ആണല്ലോ. പക്ഷേ ഗുഡ് ഗേൾസ്, കാരണം അടി പിടിച്ചിട്ടൊന്നുമില്ല. കാരണം നമ്മൾ പറഞ്ഞല്ലോ വെള്ളം ഉണ്ടാവും, അതിൽ ഡാർക്ക് കളറാണത്. അപ്പോഴാണത് കണ്ട് സൂപ്പറായി എന്ന് പറയുന്നത്. ഗൈസ് നമ്മുടെ ഇത് ഏകദേശം ഒന്ന് ആയിണ്ട് കണ്ട, എണ്ണയൊക്കെ തെളിഞ്ഞ് വന്ന്. ഈ ഒരു സമയത്ത് എന്ത് ചെയ്യുക, നമ്മൾ കണ്ട ആ മസാലയൊക്കെ ഒന്ന് റോസ്റ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ സാധനം റെഡിയായി എന്നർത്ഥം. നമ്മൾ എത്ര ഉണ്ടായിരുന്നു, ഒരു ബൗള് നിറച്ചുണ്ടായിരുന്നു. പക്ഷെ ഇതായി കഴിഞ്ഞപ്പോൾ കണ്ടോ ഒരു ഇത്തിരി അല്ലേ ഉള്ളൂ. അതാണ് ഈ ചെമ്മീൻ്റെ സ്പെഷ്യാലിറ്റി ഗായ്സ്. എണ്ണ തെളിഞ്ഞത് ഇനി നമ്മൾ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ അടി പിടിച്ച് കരിഞ്ഞി തീർക്കും. വേണ്ട നല്ല അടിപൊളി. അങ്ങോട്ട് വരും, അങ്ങോട്ട് വേന്ന്. ഇതെന്തത് ഒരു പറഞ്ഞനുസരണല്ലാത്ത കൊഞ്ചാണല്ലോ. എന്താണ് ഗൈസ് ഇതിങ്ങനെ കണ്ടാ, ഇത് സൂപ്പർ കൊഞ്ചല്ലേ. അത് ആവട്ടെ ഗൈസ്. നമുക്ക് ഫ്രൈഡ് റൈസിൻ്റെ മസാല ഉണ്ടാക്കാം. ആദ്യം കുറച്ച് ഓയിൽ, സൺഫ്ലവർ ഓയിലാണ്. വെളിച്ചെണ്ണ ഒന്നും കൊണ്ടിട്ട് ആരും എന്താ പറയുക ഫ്രൈഡ് റൈസിൽ ഒഴിക്കരുത്, ആരംഭം. അധികം ഓയിൽ എടുക്കണില്ല ഞാൻ, കാരണം നമുക്ക് എഗ്ഗ് ഇടുമ്പോൾ കുറച്ച് ഓയിൽ ആവശ്യമുണ്ടല്ലോ, പിന്നെ ഉണ്ടാവുന്ന കഴിക്കണം. ഇത്തിരി ഓയിൽ ഇടുക. എന്നിട്ട് ഫസ്റ്റ് ആസ് യൂഷ്വൽ എന്ത് ചെയ്യുക, സബോള ഇടുക. ഞാൻ വേറെ പാത്രത്തിലൊന്നും ആക്കിച്ചില്ല ഗായ്സ്, അതേ
ബട്ടർഫ്ലൈൻ്റെ സെയിം ഇതെന്നാണ് ഞാൻ ഇടുന്നത്. നെക്സ്റ്റ് നമ്മൾ ക്യാരറ്റ്, ബീൻസ്. ഇനി ഇത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അത്യാവശ്യം പച്ചക്കറി ഇട്ടിട്ടുണ്ട്, കാരണം നമുക്ക് ഉള്ള ഐറ്റംസ് കുറച്ച് കുറവായിരുന്നു. എല്ലാ ടൈപ്പ് പച്ചക്കറി ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഉള്ളത് കൊണ്ട് ഓണം പോലെ അറിയില്ലേ, അതാണ് ഇപ്പോൾ ഇവിടെ സംഭവിക്കുന്നത്. നമ്മൾ ഉള്ള പച്ചക്കറി എന്ത് ചെയ്യുക, നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, ഞാൻ അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കൊട്ടുകൂട്ടാം. വീട്ടിലാകുമ്പോൾ അമ്മ അറിയും കൊട്ടിപ്പാട്ടും കഴിഞ്ഞോന്ന് ചോദിക്കാം അമ്മ, അപ്പം ഞാൻ അങ്ങനെ കൊട്ടു ഇടയ്ക്കിടയ്ക്ക്. അതുകൊണ്ട് ആ ഒരു സൗണ്ട് കേൾക്കുമ്പോൾ ഒരു സുഖാലേ, ഇങ്ങനെ കുന്തളിപ്പെന്ന് പറയും. എന്നിട്ട് ഒരു 2 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കുക. വെള്ളമൊന്നും ചേർക്കരുത് ആരും. അടച്ചു വെച്ചിട്ട് വേവിക്കുക. അതിൻ്റെ പൊട്ടൽ കണ്ടിട്ട് നോക്കണ്ട, എൻ്റെ കയ്യിൽ നിന്ന് താഴെ വീണ് പൊട്ടിയതാട്ടോ ഗായ്സ്. നമ്മുടെ ഫ്രൈഡ് റൈസിക്ക് ഉണ്ടായിരുന്ന ബീൻസും ക്യാരറ്റും സബോളയും നന്നായിട്ടൊന്ന് വാടിയിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ ഇതിനെന്ത് ചെയ്യണം, നമ്മൾ കുറച്ച് ഉപ്പ് ഇടുക, കുറച്ച് എന്തിടുക, പെപ്പർ ഇടുക, കുറച്ച് പെപ്പർ ഇട്ടിട്ട് നമ്മൾ എന്ത് ചെയ്യാം, ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ക്യാരറ്റും ബീൻസും വെന്തതിന് ശേഷം, അത് നന്നായിട്ട് വെന്തു എന്ന് ഉറപ്പായതിന് ശേഷം നമ്മളിതിൽ കോഴിമുട്ട ഡയറക്റ്റ് പൊട്ടിച്ചേക്കുക. 2 രീതിയിൽ കുറേ പേര് ഉണ്ടാക്കും. ഒന്ന് പൊട്ടിപ്പൊരി പോലെ ഉണ്ടാക്കിയിട്ട് ഇതിൽ ലാസ്റ്റ് ആഡ് ചെയ്യും. പക്ഷെ എനിക്കിഷ്ടം ഇതിക്ക് ഡയറക്റ്റ് ഒഴിക്കണം. അപ്പോൾ എന്താ വെച്ചാൽ ആ ഒരു എന്താ പറയുക, ഈ പച്ചക്കറിയിലും ആ കോഴിമുട്ട കോട്ട് ചെയ്തിട്ട് കിട്ടും. ഒന്നുകൂടെ നന്നായിട്ടൊന്ന് വേവാവാനുണ്ട്. മീൻസ് ഒരു ഒന്നും കൂടെ ഒന്ന് ശരിയാവണം. കണ്ട ഒരു ലൈറ്റ് കളറ് മാറിയിട്ടേ ഉള്ളൂ. ഇനി നന്നായിട്ട് ഒന്നും കൂടെ ചേഞ്ച് ആവട്ടെ. അപ്പോഴത്തേനും നമുക്ക് കോഴിമുട്ട ശരിയാക്കാം. നാല് മുട്ടയാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ വിസ്കോണ്ട് ബീറ്റ് ചെയ്യാനായിട്ടും ഭേദം നമ്മൾ ഫോർക്കാണ് മഞ്ഞക്കറിയൊക്കെ കുത്തി പൊട്ടിക്കുക. എന്നിട്ട് നമ്മളതിങ്ങനെ, വെയിൽ വേറെ ഒന്നുമല്ല ഗായ്സ്, കണ്ട നമ്മുടെ ബാൽക്കണി തുറന്നിട്ടുണ്ട്, അതുകൊണ്ടുള്ള വെയിലാണ് കേട്ടോ. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇവിടെ നമ്മുടെ ചെമ്മീൻ റോസ്റ്റ് ഈസ് റെഡി. കണ്ടോ, ചെമ്മീൻ നല്ല അടിപൊളിയായിട്ട് റോസ്റ്റായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മളൊരു പാത്രത്തേക്ക് ഇട്ടിട്ട് എടുത്ത് വെക്കുക എന്നുള്ള ചടങ്ങ് മാത്രമേ ബാക്കിയുള്ളൂ ഗായ്സ്. അപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പം തൽക്കാലം ഇതിവിടെ ഒരു ബാക്കി ഇരിക്കട്ടെ, കാരണം നമുക്ക് നമ്മുടെ ഫ്രൈഡ് റൈസ് സെറ്റാക്കാനുണ്ട്. ഫ്രൈഡ് റൈസ് കണ്ട, അപ്പോൾ ഇതൊക്കെ നന്നായിട്ട് എന്തായി, ഇതിങ്ങനെ വെന്തു. ഇനി നമ്മൾ ഇവിടെ അടിച്ച് വെച്ചിരിക്കുന്ന ഈ ബീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള മുട്ട കംപ്ലീറ്റ് അല്ല, കുറേശ്ശെ കുറേശ്ശെ ഇട്ട് എന്ത് ചെയ്യുക, നമ്മളിതിലേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക. ഫുള്ളായിട്ട് ഒഴിക്കരുത്. ഫുള്ളായിട്ട് ഒഴിച്ചു കഴിഞ്ഞാൽ അത് പകുതി വേവുള്ളൂ. അതുകൊണ്ടാണ്. ഇനി ഫ്ലെയിം കുറച്ചൊന്ന് കൂട്ടുക. അത്രയും നേരം നമ്മൾ ലോ ഫ്ലെയിമിലായിരുന്നു. ഇനി ഇത് നന്നായിട്ട് എന്ത് ചെയ്യുക, ഈ ഒരു വെജിറ്റബിൾസിൽ കിടന്നിട്ട് വേവാനുള്ള പാകത്തിലൊന്ന് എന്ത് ചെയ്യുക, ഒന്ന് മിക്സ് ചെയ്ത് വിടാം. അപ്പോൾ നമ്മൾ വിചാരിക്കേണ്ട അയ്യേ ഇതെന്തെന്ന് തേങ്ങയാണ് വിചാരിച്ചിട്ട് കാര്യമില്ല കായ്സ്. ഇങ്ങനെ ആകുമ്പോൾ നല്ല തരിയായിട്ട് എന്ത് ചെയ്യും, മുട്ട കൊത്തിപ്പൊരിയിട്ട് വരും. ഈ സമയത്ത് നമ്മൾ എന്ത് ചെയ്യുക, നമ്മളെ ക്യാപ്സിക്കം ഇതിനകത്തോട്ട് ഇടാം. മറ്റേ കൈ കൊണ്ട് ഷൂട്ട് ചെയ്യണോണ്ടാണ് കേട്ടോ ഗായ്സ്. ഇങ്ങനെ നമ്മൾ ക്യാപ്സിക്കം ഇടുക. എന്നിട്ട് ക്യാപ്സിക്കം മാത്രം ഇങ്ങനെ അരിഞ്ഞ് ചെറുതായിട്ട് അരിഞ്ഞില്ല, കാരണം നമ്മൾ ഈ എന്താ പറയുക, ക്യാരറ്റ് പെട്ടെന്ന് വേവാൻ വേണ്ടിയിട്ട് ഞാൻ ചെറുതാക്കി അരിഞ്ഞത്, അല്ലെങ്കിൽ അത് സമയം പിടിക്കും വേവാൻ. അതുകൊണ്ടാണ് കേട്ടോ ഗായ്സ്. കാരണം ക്യാപ്സിക്കം നന്നായിട്ട് വെന്ത് കഴിഞ്ഞാൽ അത് കഴിക്കാൻ സുഖം ഉണ്ടാവില്ല. അത് ഓവറായിട്ട് വേവാൻ പാടില്ല. ക്യാപ്സിക്കം ഒരു മീഡിയം വേവ് മാത്രമേ പാടുള്ളൂ. ഇപ്പം ഇത് നന്നായിട്ട് എന്തായിട്ടുണ്ട്, ഒന്ന് സോട്ടായി കിട്ടിയിട്ടുണ്ട്. കണ്ട ഒരു ഇത് മൊത്തം ഇതിൽ മിക്സായി വന്നിട്ടുണ്ട്. ഇനി ബാലൻസ് ഉള്ള കുറച്ചും കൂടെയുള്ള മുട്ട എന്ത് ചെയ്യുക, നമ്മൾ ഒഴിക്കുക. മുട്ടയ്ക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് ഉപ്പിടുക.
അത് നമ്മൾ ഓൾറെഡി അരി വേവിച്ചപ്പോൾ അതിലൊരു നുള്ളു ഉപ്പ് ഇട്ടിട്ടാണ് നമ്മൾ വേവിക്കുക അരി. അപ്പോഴാണ് ആ ഫ്ലേവർ കിട്ടുക. കണ്ടോ അതിപ്പോൾ കണ്ടോ കുത്തിപ്പരിയായിട്ട് മുട്ട അതിൻ്റെ കൂടെ തന്നെ വരുന്നുണ്ട്. നമ്മൾ പക്ഷെ നന്നായിട്ട് തൈടിപ്പോൾ ലാസ്റ്റ് ഒഴിച്ച മുട്ടയും കൂടി ഒന്ന് സെറ്റായി വന്നാലേ അത് വേവുള്ളൂ. നമ്മുടെ മസാല, അതായത് ഫ്രൈഡ് റൈസിൻ്റെ മസാല ഏകദേശം റെഡി ആയിട്ടുണ്ട്. കണ്ടോ നല്ല നൈസായിട്ട് നമ്മുടെ എന്ത് വന്നിട്ടുണ്ട്, കോഴിമുട്ട കണ്ടോ കുത്തിപ്പൊരിയിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ക്യാപ്സിക്കത്തിൻ്റെ ആ ഒരു വേവ് എന്ന് പറയുന്നത് ഇതാണ്. കണ്ടോ ഒരു ഷൈനിങ് ഉണ്ടാവും അതിൻ്റെ തോലിൽ. കണ്ടോ ഒരു ചെറിയൊരു ഷൈനിങ് കണ്ടോ അതിൽ കാണാൻ പറ്റുന്നുണ്ടോ അറിയില്ല. നേരിട്ട് കാണുമ്പോൾ നല്ല രസം ഗൈസ്. മീൻസ് ആ ഒരു ഷൈനിങ് പെട്ടെന്ന് കണ്ടോ നല്ല ഡാർക്ക് പച്ചയായിട്ട് ഒരു പച്ച ഷൈനിങ് ഉണ്ട് കണ്ടോ. അതാണ് അതിൻ്റെ ഒരു വേവ് എന്ന് പറയണത്. ഗൈസ് ഞാൻ ഇത് പറയല്ല, എൻ്റെ കണക്ക് കേട്ടോ. ആ ഒരു ടൈമിൽ നമ്മൾ അതിൻ്റെ വേവ് ഓക്കെ ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ബാക്കിയുള്ള പരിപാടിയാക്കാം. ഇനി ഇതിൽ നമ്മൾ ചൂറ്റി വെച്ചിട്ടുള്ള ചോറ് കുറേശ്ശെ ഇട്ട് കൊടുത്ത് മിക്സ് ചെയ്ത് വരണം. ചിലവർ ഇതിൽ സോയാ സോസ് ഒഴിക്കും, അതുപോലെ തന്നെ കെച്ചപ്പും കാര്യങ്ങളും ഒഴിക്കും. ഞാൻ അങ്ങനെ ഒഴിക്കാറില്ല. എനിക്ക് ഇത് പ്ലെയിൻ ആയിട്ട് കഴിക്കണം ഇഷ്ടം. അതായത് അങ്ങനെ കുറേ സോസും കാര്യങ്ങളൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അത് വലിയ ഇഷ്ടമല്ല എനിക്ക് അങ്ങനെ കഴിക്കാൻ. അപ്പം നമുക്കിതിൽ കുറേശ്ശെ ചോറ് ഇട്ടിട്ട് മിക്സ് ചെയ്യാം. ഇപ്പം ഞാൻ കണ്ട കുറച്ച് ചോറ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് എന്ത് ചെയ്യാം, ഇത് വൺ സൈഡിൽ നിന്ന് ഒരു ഭാഗത്തു നിന്ന് ഇങ്ങനെ മിക്സ് ചെയ്ത് അതൊക്കെ മിക്സ് ചെയ്ത് കൊണ്ടുപോകാം. പിന്നെയും കുറച്ചും കൂടെ ചോറിടുക, മിക്സ് ചെയ്യുക. ചിലർ ഈ മുട്ട പൊട്ടിച്ച് വയ്ക്കുമ്പോൾ സെപ്പറേറ്റ് ആയിട്ട് അതായത് പച്ചക്കറി ആദ്യം വേവിച്ചിട്ട് അത് മാറ്റിയിട്ട് മുട്ടയും എണ്ണയും കൂടി ഇട്ടിട്ട് അങ്ങനെ അതിൻ്റെ കൂട്ടത്തിൽ എന്ത് ചെയ്യും, റൈസ് ഇട്ട് മിക്സ് ചെയ്യണവരുണ്ട്. ഈ ഒരു ഫോമിൽ നമുക്ക് കഴിക്കാം. പക്ഷേ ഇതിൽ കുറേ പച്ചക്കറി ഉണ്ട് എന്നുള്ളൊരു പ്രശ്നം മാത്രമേ ഉള്ളൂ. ഇങ്ങനെ കഴിക്കാൻ ഇഷ്ടമുള്ളവർക്ക് ഇങ്ങനെ കഴിക്കാം. ഇപ്പം ഈ ഒരു കൺസിസ്റ്റൻസിയിൽ കഴിക്കാം. പക്ഷെ എനിക്ക് കുറച്ചും കൂടെ ഇങ്ങനെ ഇഷ്ടമാണ്. പക്ഷെ നമുക്ക് കുറച്ചും കൂടെ റൈസ് നമ്മൾ കുറച്ച് നേരം ഇതിങ്ങനെ ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് അടച്ചു വെക്കണം. അപ്പോഴേ അതിൻ്റെ ഫ്ലേവേഴ്സ് എല്ലായിടത്തും എത്തുള്ളൂ. ഇപ്പം നമ്മുടെ ഫ്രൈഡ് റൈസ് ഓൾസോ റെഡി. അങ്ങനെ നമ്മുടെ നല്ല അടിപൊളി ഫ്രൈഡ് റൈസും ചെമ്മീൻ റോസ്റ്റും റെഡി ആയിട്ടുണ്ട് ഗായ്സ്. ഫ്രൈഡ് റൈസ് ആകുമ്പോൾ കെച്ചപ്പ് മസ്റ്റാണ് ഗായ്സ്. സോ നമ്മൾ ഇത്തിരി എന്ത് ചെയ്യും, കെച്ചപ്പ് ആഡ് ചെയ്യണം. അപ്പോൾ ഗായ്സ് ഇന്നത്തെ വ്ലോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ആ ബെൽ ബട്ടൺ കൂടി അടിക്കുക. ഞാൻ അടുത്ത വീഡിയോ കാണുന്നവരേക്കും ബൈ ബൈ.